വീട്ടിലെ ഉമ്മമാർ, സഹോദരിമാർ എല്ലാ ദിവസവും അസ്മാഉൽ ബദർ ചൊല്ലുന്നവർക്ക് ഇതിൽ നോക്കി ചൊല്ലാം. ഇനി അതൊന്നുമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിൽ നോക്കി ചൊല്ലുമെന്ന് ഉറപ്പുള്ളവർക്ക്, വീട്ടിലെ സഹോദരിമാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു കോപ്പി കൊണ്ടുകൊടുത്ത് ചൊല്ലുന്നവരിലേക്ക് നമ്മളെ ഈ ഏട് എത്തിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലയ്യ, അള്ളാഹുവിലേക്ക് ഏറ്റവും സൽക്കർമ്മങ്ങൾ കൊണ്ട് അടുക്കാൻ പറ്റിയ, റബ്ബിനേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ, അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള ദിവസങ്ങൾ ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കപ്പെടുന്ന, അതേപോലെ തന്നെ എല്ലാ സൽക്കർമ്മങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന 10 ദിവസങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഉളുഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങളെ കാണുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിൽ പ്രത്യേകമായി സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വിശുദ്ധമായ അറഫയുടെ ദിവസം, അടുത്ത വെള്ളിയാഴ്ചയാണ് അറഫയുടെ ദിവസം. അഫ്ളലു അയ്യാമി, ഏറ്റവും ശ്രേഷ്ഠമായ, ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദുആക്ക് ഇജാബത്തുള്ള ദിവസം അറഫയുടെ ദിവസമാണെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫയിലെ പ്രാർത്ഥനയാണ് ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആക്ക് ഇജാബത്തുള്ള ദിവസമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അഫ്ളലു അയ്യാമി സന, വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ആ ദിവസമാണ് വരുന്ന വെള്ളിയാഴ്ച ദിവസം. നമ്മളൊക്കെ സുന്നത്തായ നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അറഫയുടെ നോമ്പ് അത് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി യുകഫിറുസ്സനതൽ മാളിയത വൽ ബാഖിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുപാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. വരുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, സ്വീകാര്യയോഗ്യമായ രൂപത്തിൽ ഒരാൾ അറഫ നോമ്പ് നോറ്റാൽ ഒരു വർഷം കൂടെ ആയുസ് അവന് നീട്ടിക്കിട്ടുമെന്നാണ് ആ ഹദീസിൻ്റെ താല്പര്യമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും സ്വീകാര്യമായ രൂപത്തിൽ ആ വിശുദ്ധമായ അറഫ നോമ്പനുഷ്ഠിക്കാനും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു ആ നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആക്ക് ദിക്റുകളും സ്വലാത്തുകളും ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ സദസ്സ് ഇന്ന് സമ്പന്നമാണ്. ആ 10 ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മുടെ ഈ പ്രഭാത മജ്ലിസ്. അള്ളാഹു ആ രൂപത്തിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഹജ്ജിന് വേണ്ടി, വിശിഷ്യ നമ്മുടെ സദസ്സുമായി ബന്ധപ്പെട്ട കൂട്ടുകാരനടക്കം ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ യാത്രയും അനുബന്ധമായ ഹജ്ജ് ഉംറ സിയാറത്തുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും വളരെ റാഹത്തിലും സന്തോഷത്തിലും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെ പ്രത്യേകമായ ഇജാബത്തുള്ള സമയങ്ങൾ, സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രാർത്ഥനകളിൽ ഒരു ഇവിടം അല്ലാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രസവ സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ ഉസ്മാൻ ഹാജി, ഒരു പള്ളിക്ക് ഉമർ ഹാജി വിലാത്തോട്ടത്തിൽ
പള്ളിക്ക് വേണ്ടി സ്ഥലം നൽകി അങ്ങനെ ദീനീപരമായ ഒരുപാട് വിഷയങ്ങളിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള സഹോദരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അതേപോലെ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ദീനീ ഖിദ്മകൾ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിന്ന് ഉസ്താദ് അവറുകളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവരുടെയും ഹളറാത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൻ്റെ സന്തോഷം എത്തിക്കട്ടെ. അവരുടെ പാരത്രിക ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الملوك يا غفور غفار رحمن رحيم يا الله ഞങ്ങളുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. നിന്നിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് പടച്ചവനെ നിന്നിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റിയ സമയങ്ങളാണ് ഈ 10 ദിവസങ്ങളെന്ന് നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്